ഇബ്രാഹിമിന് കുറേ ഫ്രണ്ട്സ് അല്ലേ? അതിനകത്ത് റിയൽ ഫ്രണ്ട്സും അല്ല ചുമ്മാ ഫ്രണ്ട്സും ഉണ്ട്. എങ്ങനെയാ തിരിച്ചറിയുന്നതെന്ന് അറിയാമോ? അത് ഞാൻ പറയാം. നമ്പർ 1, നമ്മളെ ഒരു റിയൽ ഫ്രണ്ട് നമ്മളെ എപ്പോഴും നമ്മളെ പറ്റി അന്വേഷിക്കും, നമ്മളോട് കോണ്ടാക്ട് ചെയ്യും, നമ്മളെ വിളിക്കും, സുഖകരമൊക്കെ അന്വേഷിക്കും, എപ്പോഴും ഇൻ ടച്ച് ആയിരിക്കും. പക്ഷെ ഫേക്ക് ഫ്രണ്ട്സ് എങ്ങനെയാന്ന് വെച്ചാൽ അവർക്കൊരു ആവശ്യം ഉണ്ടെങ്കിലായിരിക്കും വിളിക്കുക. അങ്ങനത്തെ ഒരു ഫ്രണ്ടിനെങ്കിലും ഓർമ്മ വരുന്നില്ലേ? ഉണ്ട്. അതുപോലെ തന്നെ റിയൽ ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യും. അതായത് ചില ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഇൻസൾട്ട് ചെയ്തിട്ടോ അയ്യോ ഐ വാസ് ജസ്റ്റ് ജോക്കിങ്, ഞാൻ ചുമ്മാ നിന്നെ കളിയാക്കാൻ പറഞ്ഞ, അങ്ങനെ ഒരിക്കലും പറയില്ല. നമ്മളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ലിഫ്റ്റ് ചെയ്ത് ചേർത്ത് പിടിക്കത്തേ ഉള്ളു അല്ലേ? ഒരിക്കലും നമ്മളെ ഇൻസൾട്ട് ചെയ്യില്ല. ചിലരുണ്ട് എടാ പൊട്ടാ എന്ന് വിളിച്ചിട്ട് അങ്ങനെ ഒരാളെ ഓർമ്മ വരുന്നില്ലേ? പിന്നൊരു ടൈപ്പ് ഫ്രണ്ട്സ് എങ്ങനെയാണെന്നറിയോ? നമ്മൾ വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും ചെയ്യാടാ അങ്ങനെ ചെയ്യണം. അതായത് നമ്മുടെ വാല്യൂസ്, നമുക്ക് കുറച്ച് മോറൽസ് വാല്യൂസ് ഉണ്ട്, അതിനെ തട്ടി മാറ്റി എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കും. അവരും ഫേക്ക് ഫ്രണ്ട്സ് ആണ്. റിയൽ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ വാല്യൂസിനെയും മോറൽസിനെയും റെസ്പെക്ട് ചെയ്യും. എന്നിട്ട് അവർ നമ്മുടെ ബൗണ്ടറീസിനെയും റെസ്പെക്ട് ചെയ്യും. നമ്മുടെ ബൗണ്ടറിയുടെ അവിടെ നമ്മൾ നിൽക്കട്ടെ, അവർ അവരുടെ ബൗണ്ടറിയുടെ നിൽക്കണമെന്ന് അവർക്കറിയാം. ഇനി ഒരു ടൈപ്പ് ഫ്രണ്ട്സിനെയും കൂടെ പറയുന്നുള്ളൂ, കാരണം അല്ലെങ്കിൽ 3 കൺഫ്യൂസ്ഡ് ആയി പോകും. ചില ആൾക്കാരുണ്ട്, നമുക്ക് പുതിയ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായാൽ, നമുക്ക് നമ്മുടെ വേൾഡ് കുറച്ചും കൂടെ വൈഡൻ ചെയ്താൽ അവർക്ക് കുശുമ്പ് വരും. അങ്ങനെ ഇപ്പൊ ഓർമ്മ വന്നാരോ അതല്ലേ ആന്ന് വെച്ചത്. അങ്ങനെയുള്ളവരും ഫേക്ക് ഫ്രണ്ട്സാണ്. മറ്റവരാണെങ്കിലോ നല്ല ഫ്രണ്ട്സ് ആണെങ്കിലോ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, അവരും ഹാപ്പി ആവും, നമ്മുടെ സന്തോഷത്തിൽ അവരും സന്തോഷിക്കും. അപ്പൊ നമ്മുടെ ഈ ടീനേജിലുണ്ടല്ലോ, റിയൽ ഫ്രണ്ട്സിനെയും ഫേക്ക് ഫ്രണ്ട്സിനെയും തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ്. ഈ 4 കാര്യങ്ങളും, ഉമ്മ പറഞ്ഞ ഈ 4 കാര്യങ്ങളും ജീവിതം മുഴുവൻ ഓർത്തോ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ.